മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 6 ടൈപ്പും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒന്നുമില്ല. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഞാനൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം എടുത്തു അല്ലേ. ഈ വൃത്തത്തിൻ്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന വരയെ നമ്മൾ എന്ത് പേര് പറയും? സെന്ററിൽ നിന്ന്, വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ഈ വരയെ നമ്മൾ എന്ത് പേര് വിളിക്കും? ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയും അല്ലേ. ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയും. ഇനി അതുപോലെ ഞാൻ വേറൊരു വൃത്തം എടുത്തു. ആ വൃത്തത്തിന്റെ സെന്ററിലൂടെ, വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്ന ഈ വരയെ നമ്മൾ എന്ത് പേര് പറയും? വ്യാസം ഡയമീറ്റർ എന്ന് പറയും അല്ലെ. ഡയമീറ്റർ എന്ന് പറയും. അപ്പൊ ഇതാണ് ആരം, റേഡിയസ്. ഇതാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. ഇനി അടുത്ത 2 കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വളരെ സിമ്പിൾ. ഞാനൊരു സർക്കിൾ വരച്ചു, ഒരു വൃത്തം വരച്ചു. ഇത് വൃത്തത്തിന്റെ കേന്ദ്രം. ഞാൻ വൃത്തത്തിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ ജോയിൻ ചെയ്ത് ഒരു വര വരച്ചാൽ, എവിടെ വേണമെങ്കിലും വരച്ചോ, ഇങ്ങനെ വേണമെങ്കിലും വരച്ചോ, എവിടെ വേണമെങ്കിലും വരച്ചോ, ഇങ്ങനെ 2 പോയിന്റുകൾ ജോയിൻ ചെയ്ത് ഒരു വര വരച്ചാൽ ഈ വരയെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഈ വരയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ഇവനാണ് ഇത്തിരി പ്രധാനം. ഇവനെ വെച്ചുള്ള കളിയാണ് ഈ ചാപ്റ്റർ മുഴുവൻ. ഓക്കെ അല്ലേ? ഇനി വേറൊരുത്തൻ കൂടിയുണ്ട്, നമുക്കറിയാവുന്നവനാണ്. ഇത് ഒരു സർക്കിൾ വരച്ചു, ഒരു വൃത്തം വരച്ചു, വൃത്തകേന്ദ്രം വരച്ചു. വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി മാത്രം കടന്നു പോകുന്ന ഈ ലൈനിനെ നമ്മൾ എന്ത് പേര് പറയും? ടാൻജന്റ് എന്ന് പറയും അല്ലേ. തൊടുവര എന്ന് പറയും. ഇവനെക്കുറിച്ച് നമ്മളൊരു മുഴുവൻ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞോളൂ. സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഈ 4 കാര്യങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, വെറുതെ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ടൈപ്പ് 1, ഒന്നാമത്തെ ടൈപ്പ്. ഒന്നാമത്തെ ടൈപ്പ് എന്താണെന്ന് പറയട്ടെ. വളരെ സിമ്പിളാണ്. ഞാനൊരു സർക്കിൾ എടുത്തു, ഞാനൊരു വൃത്തം എടുത്തു. ഓക്കെ അല്ലേ. ഞാനൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം എടുത്തു. ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം. ഈ വൃത്തത്തിൽ അല്ലെങ്കിൽ ഈ സർക്കിളിൽ ഞാൻ 2 കോഡുകൾ വരയ്ക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ, ഞാൻ 2 കോഡുകൾ വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഒരെണ്ണം ഇങ്ങോട്ടും വരച്ചു, ഒരെണ്ണം ഇങ്ങോട്ടും വരച്ചു. നോക്കി, ഞാൻ 2 കോഡുകൾ വരച്ചില്ലേടാ, ശ്രദ്ധിച്ചടാ. ഞാൻ 2 കോഡുകൾ വരച്ചു, 2 എണ്ണം. ആദ്യത്തെ പേര് ഇവിടെ ശ്രദ്ധിച്ചോ. ആദ്യത്തെ പേര് ഞാൻ PQ എന്ന് കൊടുത്തു. രണ്ടാമത്തെ പേര് ഞാൻ RS എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി ഇവർ 2 കൂടി കൂട്ടിമുട്ടി ഈ പോയിന്റ് ഇല്ലേ, ഈ 2 കോഡുകളും അല്ലെങ്കിൽ 2 ഞാണുകളും കൂടി വൃത്തത്തിന്റെ അകത്ത് കൂട്ടിമുട്ടി. നോക്കിയേ, 2 കോഡുകൾ ഞാൻ വരച്ചു, 2 ഞാണുകൾ വരച്ചു. ഈ 2 ഞാണുകളും വൃത്തത്തിന്റെ അകത്ത് കൂട്ടിമുട്ടി. ആ കൂട്ടിമുട്ടിയ പോയിന്റിനെ ഞാൻ O എന്ന് വിളിച്ചു. കേട്ടല്ലോ. അപ്പൊ 2 ഞാണുകളുണ്ട്, PQവും RSഉം. അവർ കൂട്ടിമുട്ടിയ പോയിന്റ് O. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവര് കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോ ഈ നമ്മുടെ ഈ കോഡുകൾ അല്ലെങ്കിൽ ഞാനുകൾ 4 പീസായി പോയി അല്ലെ, 4 കഷ്ണങ്ങളായിപ്പോയി. ഒരു കഷ്ണം ഇവൻ, ഒരു കഷ്ണം ഇവൻ, ഒരു കഷ്ണം ഇവൻ, ഒരു കഷ്ണം ഇവൻ. ഈ 4 കഷ്ണങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താന്ന് പറയട്ടെ. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നോളാം. ഈ ആദ്യത്തെ ഞാൻ എടുത്തു, ആദ്യത്തെ കോഡ് എടുത്തു. ഈ കോഡിന്റെ സെന്റർ നോക്കുക, അതല്ലെങ്കിൽ കൂട്ടിമുട്ടിയ പോയിന്റ് നോക്കുക. അവിടെ മുതൽ ഈ 2 കഷ്ണത്തിന്റെ പേര് പറഞ്ഞേടാ, OPയും OQവും. അപ്പോൾ ആദ്യത്തെ കോഡ് എടുത്തിട്ട് 2 കഷ്ണം ഞാൻ പറഞ്ഞു, OPയും OQവും. ഞാൻ ഇത് 2 കൂടി ഗുണിക്കുവാണ്. അത് തന്നെയായിരിക്കും രണ്ടാമത്തെ കോഡിന്റെ 2 കഷ്ണങ്ങൾ. അതേതാണ്? ORഉം OSഉം. എന്താണ്? ORഉം OSഉം. സിമ്പിൾ അല്ലേ? എന്താണ് ശ്രദ്ധിച്ച വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം എടുത്തു, കേട്ടല്ലോ. ഇനി ആ വൃത്തത്തിൽ ഞാൻ 2 കോഡുകൾ വരച്ചു, 2 എണ്ണം വരച്ചു. അത് 2 കൂടി കൂട്ടിമുട്ടി, വൃത്തത്തിന്റെ അകത്ത് കൂട്ടിമുട്ടി. ഓക്കെ അല്ലേ. 2 കോഡാണ് വരച്ചത്, 2 ഞാനാണ് വരച്ചത്. അത് വൃത്തത്തിന്റെ അകത്ത് കൂട്ടിമുട്ടി. ആ കൂട്ടിമുട്ടിയ പോയിന്റ് ഞാൻ A എന്നെടുത്തേ. എടുത്തു. ഇനി ഞാൻ ഈ കോഡിന് ഞാൻ പേര് കൊടുക്കുവാണ്. PQRS, 2 കോഡുകൾ. അപ്പൊ ഇവിടെ നോക്കടാ, ഇവിടെ ഈ 4 കഷ്ണങ്ങളുണ്ട്. ഈ 4 കഷ്ണങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? വളരെ സിമ്പിൾ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നോക്ക്, ആദ്യത്തെ കോഡ് എടുക്കുക, ആ കോഡിന്റെ കഷ്ണങ്ങൾ പറയുക APAQ അല്ലെ. നടുക്കെന്ന് പറയണേ, ആ കൂട്ടിമുട്ടിയ പോയിന്റ് എന്ന് പറയണേ APAQ.
ഇൻറ്റു എ ക്യൂ ഈക്വൽ ടു ഇതെന്താടാ AR AS എന്താണ് AR ഇൻറ്റു AS. സിമ്പിൾ 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 സിമ്പിൾ. ഇതാണ് ടൈപ്പ് 1. അപ്പോൾ ടൈപ്പ് 1ന്റെ പ്രത്യേകത എന്താ? രണ്ട് കോഡുകൾ ഉണ്ടാകും, രണ്ട് ഞാണുകൾ ഉണ്ടാകും, രണ്ട് ഞാണുകൾ. ശ്രദ്ധിച്ചോ, ഒരു വൃത്തം, ഇത് കേന്ദ്രം, രണ്ട് ഞാൻ, കൂട്ടിമുട്ടിയ പോയിന്റ് പി എന്ന് വിളിച്ചു. ആദ്യത്തെ ഞാണിന്റെ പേര് AB യും രണ്ടാമത്തെ ഞാണിന്റെ പേര് CD യുമാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ആദ്യത്തെ ഞാണിന്റെ കഷ്ണങ്ങൾ എടുക്കുക, PA PB, രണ്ടും കൂടി ഗുണിക്കുക, PA ഇൻറ്റു PB ഈക്വൽ ടു അടുത്ത ഞാണിന്റെ കഷ്ണങ്ങൾ എടുക്കുക, PC PD, എന്താണ് PC ഇൻറ്റു PD. സിമ്പിൾ അല്ലേ? ഇത് രണ്ടും കൂടി കൊടുക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? ആദ്യത്തെ ടൈപ്പ് ഓക്കെ ആയില്ലേ? ഇനി ഓക്കെ ഇത്തിരി സംശയം തോന്നുന്നവർക്ക് ദേ ഒരു ക്വസ്റ്റ്യൻ തരാം, അത് വെച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാടാ. നോക്ക്, നമ്മളിപ്പോ പറഞ്ഞ പോലെയല്ലേ കിടക്കുന്നത്. നോക്ക്, രണ്ട് കോഡുകളുണ്ട്, അത് രണ്ടും കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് ഇത് P. ഓക്കെ അല്ലേ? ഇനി അവിടെ കുറെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അത് അവിടെ കിടന്നോട്ടെ. ഈ രണ്ട് കോഡുകൾ തന്നാൽ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാനാടാ. പറ, P മുതൽ ആദ്യത്തെ കോഡ് എടുക്കൂ, PQ ഇൻറ്റു PR. നോക്ക്, PQ ഇൻറ്റു PR ഈക്വൽ ടു ഈ ഇക്വേഷൻ പറയടാ, PS ഇൻറ്റു PT. നടുക്കും തന്നെ തുടങ്ങണേ, PS ഇൻറ്റു PT, PS ഇൻറ്റു PT. ഇനി തന്നിട്ടുള്ള സാധനം പെറുക്കിയെടുത്ത് ഇവിടെ എഴുത്, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. PS 6 സെന്റിമീറ്റർ. PS എത്രയാണ്? PS ഏതാണ്? ഇതല്ലേ 6 സെന്റിമീറ്റർ. PS 6, PS അവിടെ കിടക്കുന്നു, PS ഇതേ കിടക്കുന്നു 6 സെന്റിമീറ്റർ. ഓക്കെ, അടുത്തത് PT 4 സെന്റിമീറ്റർ. PT ഏതാണ്? ഇവൻ 4 സെന്റിമീറ്റർ. അപ്പൊ PT 4 എഴുതി ഞാൻ. അടുത്തത് PR 8 സെന്റിമീറ്റർ. PR ഏതാടാ? ഇവൻ എത്രയാണ്? 8 സെന്റിമീറ്റർ. PR ഞാൻ 8 സെന്റിമീറ്റർ എഴുതി. ഫൈൻഡ് PQ കാണാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ PQ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PQ എഴുതുക. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ബാക്കി എല്ലാവരെയും കിട്ടി, PQ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? PQ-നെ മാത്രം ഇവിടെ നിർത്തുക, ബാക്കി എല്ലാവരെയും അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഈ PQ ഇൻറ്റു 8 ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ PQ ഇൻറ്റു 8 ഈക്വൽ ടു 6 ഇൻറ്റു 4 എത്രയാണ്? 24. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയത്? അതേ നോക്ക്, PQ ഇൻറ്റു 8 ഈക്വൽ ടു 24 എന്ന് കിട്ടി. PQ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 8 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ. 8 ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, ഇപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കണം. അപ്പോൾ PQ ഈക്വൽ ടു 24 ഹരണം 8 എന്ന് വരും. PQ ഈക്വൽ ടു 24 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3. അപ്പോൾ PQവിന്റെ ലെങ്ത് എത്ര കിട്ടിയടാ? 3. വളരെ സിമ്പിൾ. ഫസ്റ്റ് ടൈപ്പ് ഓക്കെ അല്ലേ? സെറ്റ്. അടുത്ത ടൈപ്പിലേക്ക് പോവാം. അപ്പൊ അടുത്ത ടൈപ്പ് നമ്മളുടെ ടൈപ്പ് 2. ടൈപ്പ് 2ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോ, നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു വൃത്തം അങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഞാൻ നേരത്തെ രണ്ട് കോഡുകൾ അല്ലെങ്കിൽ രണ്ട് ഞാണുകളല്ലേ വരച്ചത്. ഇവിടെ ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഈ വൃത്തകേന്ദ്രത്തിൽ കൂടി ഒരു വരയാണ്. ഇതിനെ പറയുന്ന പേരെന്താടാ? ഇതിനെ പറയുന്ന പേര് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. അപ്പൊ ഞാൻ ആദ്യം വരയ്ക്കുന്നത് എന്താണ്? വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ രണ്ടാമത് വരയ്ക്കുന്ന ഒരു വര ഈ വ്യാസത്തിന് അല്ലെങ്കിൽ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവ തമ്മിലുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമതൊരു ലൈൻ വരയ്ക്കും, അത് ഈ വ്യാസത്തിന് അല്ലെങ്കിൽ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ടൈപ്പ് 2. ആദ്യം വരയ്ക്കുന്നത് വ്യാസം, രണ്ടാമത് വരയ്ക്കുന്ന ഡയമീറ്റർ. നേരത്തെ ചെയ്ത പോലെ ഇത് രണ്ടും കോഡുകളൊക്കെ തന്നെയാണ്, പക്ഷെ ശ്രദ്ധിക്കണം, എന്താണ്? ഇത് വ്യാസം, ഡയമീറ്റർ, ഇത് അതിന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ ഒരു വര. ഇത് ഓർത്തോളണം. ഓക്കെ അല്ലേ? ഇനി ഇവ തമ്മിലുള്ള ബന്ധം എന്താന്ന് പറയട്ടെ. വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കൂട്ടിമുട്ടിയ പോയിന്റിന് ഞാൻ A എന്ന് പേര് കൊടുത്തു, കേട്ടല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ഞാൻ B എന്നെടുത്തു, ഇത് C എന്നെടുത്തു, ഇത് D എന്നെടുത്തു, ഇത് E എന്നെടുത്തു. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. നോക്ക്, ഇവിടെ ആദ്യം ഈ ഡയമീറ്റർ നോക്കിയേ അല്ലെങ്കിൽ വ്യാസം നോക്കിയേ. ഈ വ്യാസത്തിന്റെ രണ്ട് പീസ് നോക്ക്. ആ രണ്ട് പീസ് ആരൊക്കെയാ? ഒന്ന് AB യും ഒന്ന് AC യും അല്ലെ? രണ്ട് പീസ് ഏതൊക്കെയാണ്? AB യും AC യും. അവന്മാരവിടെ കിടക്കോട്ടെ. ഇനി രണ്ടാമത് ഞാനൊരു വര വരച്ചില്ലേടാ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ. അവരാരൊക്കെയാടാ? AD യും AE യും. ആരൊക്കെയാണ്? AD യും AE യും. ഇവരുടെ പ്രത്യേകത, ഇവർ രണ്ടും സെയിം ലെങ്ത് ആയിരിക്കും. എന്താണ്? സെയിം ലെങ്ത് ആയിരിക്കും. സെയിം ലെങ്ത്,
ഒരേ നീളമായിരിക്കും. എന്താണ്? ഒരേ നീളം. ഇവരുടെ പ്രത്യേകത അതാണ്. എന്താണ്? എ ഡിയും എയും സെയിം ആയിരിക്കും. അതാണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എ ഡിയും എയും സെയിം ആയിരിക്കും. എ ഡി ഈക്വൽ ടു എ. ഇനി ഇതിന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. വളരെ സിമ്പിൾ. ഇതേ നോക്കടാ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ആദ്യം ഡയമീറ്ററിന്റെ ഒരു പീസ് എടുക്കും ഞാൻ. ഇതേ നോക്ക്, ഇവൻ ഇവൻ. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, എ ബി എ സി അവന്മാരെ ഗുണിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എ ബി ഇൻറ്റു എ സി ഈക്വൽ ടു, നമ്മൾ നേരത്തെ ചെയ്തിട്ടിരുന്നത് ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുകയല്ലേ ചെയ്തിട്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഇവർ രണ്ടും ഈക്വൽ ആയത് കാരണം ഒന്നെങ്കിൽ നമുക്ക് എ ഡി സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒരു പീസ് എടുത്ത് സ്ക്വയർ ഇട്ട് എഴുതിക്കൊള്ളണം. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇക്വേഷൻ രണ്ടെണ്ണം എഴുതാം. എ ബി ഇൻറ്റു എ സി ഈക്വൽ ടു എ ഡി സ്ക്വയറിന് പകരം ഇതും കൊടുക്കാം. എന്താണ്? എ ഇ സ്ക്വയർ. ഓക്കെ ആയോ? ഓക്കെ ആയോ? ഓക്കെ ആയോ? ദേ ശ്രദ്ധിച്ചോ, ഒന്നുകൂടി പറഞ്ഞേ. ദേ ഞാനൊരു സർക്കിൾ, ഒരു വൃത്തം വരച്ചു. ഓക്കെ അല്ലേ? അതിനൊരു സെന്റർ. ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ വരയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അതൊരെണ്ണം എന്തായാലും വരണം. ഇനി ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വര പോകണം. 90 ഡിഗ്രിയിൽ ഒരു വര പോകണം. ഇനി ഞാൻ പേര് കൊടുക്കാം ഇതിന് ഞാൻ ഇവിടെ പി എന്ന് പേര് കൊടുത്തു, ഇവിടെ ക്യൂ എന്ന് പേര് കൊടുത്തു, ഇവിടെ ആർ എന്ന് പേര് കൊടുത്തു, ഇവിടെ എസ് എന്ന് പേര് കൊടുത്തു, ഇവിടെ ടി എന്ന് പേര് കൊടുത്തു. ഇവിടെ ആദ്യം അറിയേണ്ട കാര്യം, ഇവിടെ രണ്ടാൾക്കാർ ഈക്വൽ ആയിരിക്കും. ആരൊക്കെയാണ് ഈക്വൽ? ഈ പി എസും പി ടിയും ഈക്വൽ ആയിരിക്കും. കേട്ടല്ലോ? ഈ പി എസിന്റെ ലെങ്ത്തും പി ടിയുടെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അതൊന്ന് ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. പി എസ് ഈക്വൽ ടു പി ടി. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി അടുത്ത എന്താ അറിയേണ്ടത്? ദേ ഇവനെ ഇവൻ കൊണ്ട് ഗുണിച്ചാൽ ആരാണ്? പി ക്യൂവും പി ആറും കൂടി ഗുണിച്ചാൽ പി ക്യൂ ഇൻറ്റു പി ആർ ഈക്വൽ ടു രണ്ട് ഇക്വേഷൻ എഴുതാം. ഒന്ന് ഈ പി എസ് സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ടി സ്ക്വയർ എന്ന് എഴുതാം. രണ്ടും ഈക്വൽ ആയത് കാരണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പി എസ് സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ് പി ക്യൂ ഇൻറ്റു പി ആർ തന്നെ, അല്ലെങ്കിൽ എന്താ എഴുതാം? ഇത് രണ്ടും ഈക്വൽ ആയത് കാരണം താഴത്തെ ഒന്നെങ്കിൽ പി ടി സ്ക്വയർ എന്ന് എഴുതാം. സിമ്പിൾ കാര്യം. ഈ രണ്ട് ഇക്വേഷനും ഒന്ന് ഓർത്തോളണം. കേട്ടല്ലോ? ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. അപ്പൊ രണ്ടാമത്തെ ടൈപ്പിന്റെ പ്രത്യേകത എന്താ? ഒരെണ്ണം ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായിരിക്കും. ഒരെണ്ണം ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായിരിക്കും. രണ്ടാമത്തെ ആള് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്നതായിരിക്കും. ഇക്വേഷൻ എഴുതുന്നത് മനസ്സിലായല്ലോ? ഇനി അതിന്റെ ഒരു ക്വസ്റ്റ്യൻ. ദേ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഇവിടുത്തെ ഇക്വേഷൻ ആദ്യം പറ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ആരൊക്കെയാണ് ഈക്വൽ അതൊന്ന് പറഞ്ഞേ. ദേ ഇവൻ പി എയും അല്ല പി സിയും പി ഡിയും ഈക്വൽ ആണ് അല്ലെ? ആരൊക്കെയാണത്? ഈ പി മുതൽ സി വരെയും പി മുതൽ ഡി വരെയും ഈക്വൽ ആണ്. അത് ഞാനൊന്ന് എഴുതാം. പി സി ഈക്വൽ ടു പി ഡി. ഇത് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? ഇനി ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. രണ്ട് ഇക്വേഷൻ പറയാം. എന്താന്ന് നോക്കിയേ. പി മുതൽ എ വരെയും പി മുതൽ ബി വരെയും അല്ലെ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം സ്ക്വയർ എടുക്കുക. ഒന്ന് ഏതെടുക്കാം? നമുക്ക് വേണമെങ്കിൽ പി സി സ്ക്വയർ എടുക്കാം. രണ്ടാമത് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ കൂടി എഴുതാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു രണ്ടാമത്തെ ആള് പി ഡി സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. നോക്ക്, അപ്പൊ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ തന്നെ എടുക്കുവാണേ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ്? ഇവനെടുക്കാം, പി സി സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി അവർ തന്നിട്ടുള്ള ഓരോ സാധനങ്ങൾ നോക്കാം. ദേ പി എ 9 സെന്റിമീറ്റർ, പി എയുടെ ലെങ്ത് 9 ആണ്, 9 എഴുതി. ഇൻറ്റു പി ബി 4 സെന്റിമീറ്റർ, പി ബി എത്രയാണ്? 4 ഈക്വൽ ടു പി സി നമുക്കറിയില്ല, അപ്പൊ പി സിയുടെ സ്ക്വയർ. പി സി അല്ലേ കണ്ടുപിടിക്കാനുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് പി സി. അപ്പൊ നോക്ക്, 9 ഇൻറ്റു 4 എത്രയാടാ? 36 ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പൊ നോക്ക്, പി സി സ്ക്വയർ ആണ് 36. അപ്പൊ പി സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ റൂട്ട് ആവും അല്ലെ? 36ന്റെ റൂട്ട് എടുക്കുക. 36 ആരുടെ സ്ക്വയർ ആണ്? 6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എത്ര കിട്ടി? 6 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പി സി എത്ര കിട്ടി? 6 എന്ന് കിട്ടി. സിമ്പിൾ. അപ്പൊ പി സിയുടെ ആൻസർ എത്രയാണ്? 6 സെന്റിമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് പി ഡി. എടാ പി ഡി ഇവനല്ലേ? നമ്മൾ പറഞ്ഞു ഇവർ രണ്ടും സെയിം ആണ്, ഇവർ രണ്ടും ഈക്വൽ ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പി ഡിയും എത്ര തന്നെയാണ്? 6. വളരെ സിമ്പിൾ. ടൈപ്പ് 2 ഓക്കെ ആയില്ലേ? അടുത്തയിലേക്ക് പോവാം. ടൈപ്പ് 3. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ആരാണ്? ടൈപ്പ് 3, മൂന്നാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതേ ശ്രദ്ധിച്ചു. എങ്ങനെയാണ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വൃത്തം അല്ലെങ്കിൽ ഞാനൊരു സർക്കിൾ വരച്ചു. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ ഇത്തിരി മുമ്പ് വരച്ച കോഡുകളൊക്കെ സർക്കിളിന്റെ അകത്ത്, വൃത്തത്തിന്റെ അകത്ത് കൂട്ടിമുട്ടി അല്ലെ? ഇപ്പൊ ഞാൻ 2 കോഡ് വരച്ചു, 2 ഞാണുകൾ വരച്ചു. ഇത് വൃത്തത്തിന്റെ അകത്ത് കൂട്ടിമുട്ടുവോ? ഇല്ല. ഇതിങ്ങനെ നീട്ടി വരയ്ക്കുമ്പോ ഇത് വൃത്തത്തിന് പുറത്ത് കൂട്ടിമുട്ടും അല്ലെ? അപ്പോ ഞാൻ 2 വരകൾ വരച്ചു,
ഇത് രണ്ടും വൃത്തത്തിന് പുറത്ത് കൂട്ടിമുട്ടി. ഇവിടെ ശ്രദ്ധിക്കണം, രണ്ടും വരകളാണ് കേട്ടോ, രണ്ടും ലൈനുകൾ തന്നെയാണ്, രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രണ്ട് ലൈനുകളാണ്. ഇത് തന്നെ ഓർത്തോളണം, രണ്ടും രണ്ട് പോയിന്റുകളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ പുറത്ത് കൂട്ടിമുട്ടിയ ഈ പോയിന്റിന് ഞാൻ എ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? എന്നിട്ട് ബാക്കി ഈ പോയിന്റിന് ഞാൻ നോക്ക് പി ക്യു എന്ന് വിളിച്ചു, ഇവനെ ഞാൻ ആർ എസ് എന്ന് വിളിച്ചു. ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഇവന്റെ ഇക്വേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളേ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ 4 പീസ് എടുത്താൽ നമ്മുടെ ഉത്തരം തെറ്റും. നിങ്ങൾക്ക് ഇപ്പൊ എടുക്കാൻ തോന്നുന്നു ഒന്ന് നോക്കിയേ, ഒന്ന് എ ക്യൂവും ഒന്ന് പി ക്യൂവും പിന്നെ ദേ ആർ എസും, ഒന്ന് എ ടിയും എസ് ടിയും എസ് എയും എടുക്കാനല്ലേ തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇതിന്റെ ഇക്വേഷൻ എടുക്കുന്നത്. ആദ്യം നിങ്ങൾ ഈ ഫസ്റ്റ് ലൈൻ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ലൈൻ നോക്ക്, എ ക്യു പി. എന്നിട്ട് ഈ എ ക്യു പിനെ ഈ രണ്ട് പീസ് അല്ല എടുക്കേണ്ടത്. നിങ്ങൾ ആദ്യം ഇവെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്, എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്നാണ്. ആദ്യം നിങ്ങൾ എയിൽ നിന്ന് ക്യൂ വരെയും പറയുക എന്ന് പറഞ്ഞാൽ എന്താ? എ ക്യു. ഓക്കെ അല്ലേ? അടുത്തത് എയിൽ നിന്ന് തന്നെ പി വരെയും പറയുക. അപ്പൊ എന്ത് കിട്ടൂടാ? ഇൻറ്റു എ പി. അപ്പൊ ശ്രദ്ധിച്ചേ, എ ക്യു ഇൻറ്റു എ പി മുഴുവനായിട്ട് പറയണേ, എ ക്യു ഇൻറ്റു എ പി. ഓക്കെ ആയില്ലേ? ഇതുപോലെ താഴെയും നോക്ക്, എ എസ് ഇൻറ്റു എ ആർ. ഓക്കെ അല്ലേ? അതല്ലാതെ ഈ രണ്ട് ചെറിയ പീസ് എടുക്കരുത്. നോക്കിയേ, എ എസ് ഇൻറ്റു എ ആർ ഈക്വൽ ടു എന്താടാ? എ എസ് ഇൻറ്റു എ ആർ. ഓക്കെ ആയില്ലേ? ഇതാണ് അടുത്ത ടൈപ്പ്. അപ്പൊ പുറത്താണ് കൂട്ടിമുട്ടിയേക്കുന്നത്, നേരത്തെ അകത്തായിരുന്നു. മൂന്നാമത്തെ ടൈപ്പ് പുറത്ത് കൂട്ടിമുട്ടും. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. എന്തേ? വളരെ സിമ്പിൾ. ഞാനൊരു വൃത്തം എടുത്തു, ഞാനൊരു സർക്കിൾ എടുത്തു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നിട്ട് ഞാനിത് പുറത്തേക്ക് വരച്ചു. നോക്ക്, പുറത്തേക്ക് വരച്ചു. വരയ്ക്കുന്ന രണ്ടുപേരും ലൈനുകളാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ്, രണ്ടുപേരും ലൈനുകളാണ്. നോക്ക്, ഈ പുറത്ത് കൂട്ടിമുട്ടിയ പോയിന്റ് എ പി എന്നെടുത്തു. ഈ പോയിന്റ് എയും ഈ പോയിന്റ് ബിയും ഈ പോയിന്റ് സിയും ഈ പോയിന്റ് ഡിയും. ഇക്വേഷൻ പറയണം മക്കളെ, എങ്ങനെയാണത്? ആദ്യത്തെ ലൈൻ കൺസിഡർ ചെയ്യുക. ഇവൻ ഇക്വേഷൻ എങ്ങനെ വരും? പി മുതൽ എ വരെയും പി മുതൽ തന്നെ ബി വരെയും. ഓക്കെ അല്ലേ? പി മുതൽ എ വരെയും പി മുതൽ തന്നെ ബി വരെയും. അപ്പൊ എങ്ങനെ എഴുതും? പി എ ഇൻറ്റു പി ബി. ഓക്കെ അല്ലേ? സിമ്പിൾ. ഈക്വൽ ടു അടുത്ത എന്ത് വരുടാ? പി മുതൽ സി വരെയും പി മുതൽ തന്നെ ഡി വരെയും. അപ്പോ പി സി ഇൻറ്റു എന്ത് വന്നടാ? പി ഡി. സിമ്പിൾ സിമ്പിൾ. ഇക്വേഷനായി. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ സെറ്റ് ആവൂലേ? അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രം പഠിച്ചാൽ സെറ്റ് ആയടാ മൂന്നാമത്തെ ടൈപ്പ്. ഇക്വേഷൻ നോക്കാം. ദേ ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ ഒരു കുറെ സാധനം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുവാണ്. ദേ ഇവൻ പുറത്ത് കൂട്ടിമുട്ടിയവനാ. ഇവന്റെ ഇക്വേഷൻ എഴുതാം. ശ്രദ്ധിച്ചോ പി മുതൽ ക്യൂ വരെയും പി മുതൽ ആർ വരെയും അല്ലേ? അപ്പൊ പി ക്യൂ ഇൻറ്റു പി ആർ ഈക്വൽ ടു ഇനി എന്താണത്? പി മുതൽ എസ് വരെയും പി മുതൽ ടി വരെയും. അപ്പൊ പി എസ് ഇൻറ്റു പി ടി. ഓക്കെ അല്ലേ? ഇനി തന്നിട്ടുള്ള സാധനങ്ങൾ എടുത്ത് എഴുതുവാണേ. പി ക്യൂ 4 സെന്റിമീറ്റർ, പി ക്യൂ 4, ക്യൂ ആർ 5, ക്യൂ ആർ ഇതല്ലടാ, ഇവിടം മുതൽ ഇവിടം വരെ 5, പി ടി 12, പി ടി എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ ഫുള്ള് കേട്ടാ, അതായത് ടോട്ടൽ 12. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. നോക്ക്, ആദ്യം പി ക്യൂ വേണം. പി ക്യൂ ഇവിടം മുതൽ ഇവിടം വരെയാണ് 4 ഇൻറ്റു എടാ പി ആർ എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയാണ്, അതായത് ഇത് ടോട്ടൽ വേണം. ടോട്ടൽ 4ഉം 5ഉം കൂടി കൂട്ടിയാൽ പോരെ, എത്രയാണ്? 9 ഈക്വൽ ടു പി എസ് നമുക്ക് അറിയാവോ? ഇല്ല, പി എസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ പി എസ് അതുപോലെ തന്നെ ഇൻറ്റു പി ടി നമുക്കറിയാം, ഇവിടം മുതൽ ഇവിടം വരെ ടോട്ടൽ അതാണ് 12 അല്ലേ? പി ടി 12. അപ്പൊ പി ടിക്ക് വരെ 12 ഇട്ട് കൊടുത്തു. നമുക്ക് വേണ്ടത് പി എസ് ആണ് അല്ലേ? അപ്പൊ ബാക്കിയെല്ലാം അവിടെ നിർത്തി, ഇതെല്ലാം ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 9 × 4 ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. ഈക്വൽ ടു പി എസ് ഇൻറ്റു 12. ഇത് ഒന്ന് തിരിച്ചെഴുതാം അല്ലേ? പി എസ് ഇൻറ്റു 12 ഈക്വൽ ടു നോക്ക്, പി എസ് ഇൻറ്റു 12 ഈക്വൽ ടു ഈ 36 ഞാൻ അപ്പുറത്ത് എഴുതി. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടിയത് നോക്ക്, പി എസ് ഇൻറ്റു 12 ഈക്വൽ ടു 36. ഈ 12 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. പി എസ് ഈക്വൽ ടു ഈ 12 അപ്പുറത്തേക്ക് പോകുമ്പോൾ 12 ഇവിടെ ഗുണിച്ചിരിക്കുവാണ്, 12 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ പി എസ് ഈക്വൽ ടു 36നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 3 കിട്ടും. അപ്പൊ നോക്ക്, പി എസിന്റെ ലെങ്ത് എത്രയാണ്? 3. സിമ്പിൾ. പി എസ് അല്ലേ ചോദിച്ചേക്കുന്നത്? പി എസിന്റെ ലെങ്ത് എത്രയാണ്? 3. സിമ്പിൾ പരിപാടി. അപ്പൊ ടൈപ്പ് 3 ഓക്കെ ആയല്ലേ? അപ്പൊ അടുത്തതിലേക്ക് പോവാം. ടൈപ്പ് 4. ടൈപ്പ് 4ന്റെ പ്രത്യേകത വളരെ സിമ്പിൾ ആടാ. ഇപ്പൊ നമ്മൾ പഠിച്ച ടൈപ്പ് 3യുമായിട്ട് ഭയങ്കര സാമ്യമുള്ളതാ ടൈപ്പ് 4. തുടങ്ങാം. ടൈപ്പ് 4 ശ്രദ്ധിച്ചു. അപ്പൊ ടൈപ്പ് 4ൽ എന്താ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ നോക്കിയേ, ഞാനൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം എടുത്തു. ഞാൻ കഴിഞ്ഞ ടൈപ്പില് ഞാൻ 2 ലൈനുകളാണ് വരച്ചത്. പക്ഷേ ഈ ടൈപ്പിൽ ഞാൻ 2 ലൈനല്ല വരയ്ക്കുന്നത്, ഞാൻ ഒരെണ്ണം ഇങ്ങനെ ലൈൻ വരച്ചു. അപ്പോൾ
മറ്റത് ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതെന്താടാ? ഇപ്പൊ വരച്ചതെന്താണ്? ടാൻജന്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഒരെണ്ണം ടാൻജന്റും ഒരെണ്ണം തൊടുവരയും പിന്നെന്താണ്? ഒരെണ്ണം ലൈനും ഒരെണ്ണം രേഖയുമായിരിക്കും. ഇപ്പൊ നോക്ക്, ഇവിടുത്തെ ലൈൻ ഏതാ? ഇവനാണ് ലൈൻ. ഇവിടുത്തെ ടാൻജന്റ് ഏതാ? ഇവനാണ് ടാൻജന്റ്. അപ്പോൾ ഇവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് പറയട്ടെ. സിമ്പിൾ ആണ്. ഇവന് ഞാൻ എ എന്ന് പേര് കൊടുത്തു, ഇവന് ഞാൻ ബി എന്ന് പേര് കൊടുത്തു, ഇവന് ഞാൻ സി എന്ന് പേര് കൊടുത്തു, ഇവന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ അല്ലേ? ഈ താഴത്തവൻ രണ്ട് ലൈനല്ലേടാ, നേരത്തെ എടുത്ത പോലെ എടുക്കണം. നോക്ക്, എ മുതൽ ബി വരെ, പിന്നെ എ മുതൽ തന്നെ സി വരെ എടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നോക്ക്, എ മുതൽ ബി വരെയും എ മുതൽ തന്നെ സി വരെ എടുക്കുക. അപ്പൊ നോക്ക്, എ ബി ഇൻറ്റു ബി സി അല്ല, എ മുതൽ സി വരെ എടുക്കുക, എ സി ഈക്വൽ ടു, ഇവിടെ ഒറ്റ ഒരാളല്ലേ ഉള്ളു, എ ഡി. ആ എ ഡിനെ ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എ ഡിയുടെ എന്തെടുക്കുമെന്ന് അറിയാമോ? നമ്മൾ സ്ക്വയർ അങ്ങോട്ട് എടുക്കും. എന്താണ്? എ ഡിയുടെ എന്തെടുക്കും? നമ്മൾ സ്ക്വയർ അങ്ങോട്ട് എടുക്കും. അതായത് ഈ ടാൻജന്റ് എന്താണോ അതിന്റെ സ്ക്വയർ എടുത്തോളണം. സിമ്പിൾ സിമ്പിൾ. അപ്പൊ നോക്കടാ നോക്കടാ, വളരെ സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. ഒരു വൃത്തം, ഓക്കെ അല്ലേ? ഈ വൃത്തത്തില് ഞാൻ ഒരു ലൈൻ വരച്ചു, ഒരെണ്ണം ടാൻജന്റ് ആണ്. സിമ്പിൾ അല്ലേ? ഞാൻ ഇതിന് പി എന്ന് പേര് കൊടുത്തു, ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇതിന് ബി എന്ന് പേര് കൊടുത്തു, ഇവന് സി എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇവിടുത്തെ ടാൻജന്റ് തൊടുവര ആരാ? പി സി. ഓക്കെ അല്ലേ? ഇവിടുത്തെ ലൈൻ പി എ ബി ഒക്കെ. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻ പറ, പി മുതൽ എ വരെയും പി എ ഇൻറ്റു പി മുതൽ തന്നെ ബി വരെയും, അപ്പൊ എന്താണ്? പി ബി ഈക്വൽ ടു ടാൻജന്റ് എന്താണോ അതിന്റെ സ്ക്വയർ, അതായത് പി സി അല്ലേ, അതിന്റെ സ്ക്വയർ എടുക്കുക. സിമ്പിൾ ഇക്വേഷൻ ആയടാ. ഇത്ര ഉള്ളൂ ടൈപ്പ് 4, ഇത്ര ഉള്ളടാ ടൈപ്പ് 4. എളുപ്പമല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്ക്, പി എസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പി എസ് ആരാ? പി എസ് ഇവനല്ലേ, ഇവൻ 6. പി ക്യു ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ക്യു എത്രയാണ്? 4. ഇവിടം വരെയും കേട്ടോ, ഇവിടം വരെയും 4. ഫൈൻഡ് ക്യു ആർ ആ ചോദിച്ചേക്കുന്നത്. അത് എന്തെങ്കിലും ആട്ടെ, നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാമല്ലോ. പറ, പി ക്യു ഇൻറ്റു പി ആർ. ശ്രദ്ധിച്ചോളണം, പി ക്യു ഇൻറ്റു പി ആർ അല്ലേ? പി ക്യു ഇൻറ്റു പി ആർ. ഇനി അത് അവിടെ കിട്ടിയില്ല, അതല്ല ചോദിച്ചേക്കണം എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്, അത് അവസാനം കിട്ടൂടാ. പി ക്യു ഇൻറ്റു പി ആർ ഈക്വൽ ടു എന്താണ്? ടാൻജന്റ് എന്താണോ അതിന്റെ സ്ക്വയർ, പി എസിന്റെ സ്ക്വയർ. പി ക്യു നമുക്കറിയാവോ? അറിയാം, 4 ഇൻറ്റു പി ആർ നമുക്കറിയില്ല. പി ആർ എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ വേണം, അത് നമുക്കറിയില്ല. ഈക്വൽ ടു പി എസിന്റെ സ്ക്വയർ. പി എസ് എത്രയാണ്? 6, 6ന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, 4 ഇൻറ്റു പി ആർ അതുപോലെ തന്നെ എഴുതി, ഈക്വൽ ടു 6ന്റെ സ്ക്വയർ എത്രയാടാ? 36. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 4 ഇൻറ്റു പി ആർ ഈക്വൽ ടു 36 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഈ 4 അപ്പുറത്തേക്ക് പോട്ടെ അല്ലെ, ഈ 4 അപ്പുറത്തേക്ക് പോട്ടെ. ഇപ്പൊ പി ആർ ഈക്വൽ ടു 4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ്, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. ഓക്കെ അല്ലേ? 4 ഡിവൈഡ് ചെയ്തു. അപ്പൊ പി ആർ ഈക്വൽ ടു എത്ര കിട്ടിയടാ? 36ൽ നിന്ന് 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 9, 9. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, പി ആർ എന്ന് പറഞ്ഞാൽ 9. പി ആർ എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെയാ? എടാ, ഇവിടം മുതൽ ഇവിടം വരെയാണ് 9. അതായത് ഇത്രയുമാണ് എന്ത്? 9. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്യു ആർ ആണ്. ക്യു ആർ ഏതാടാ? ക്യു ആർ ഏതാടാ? നിങ്ങൾ തന്നെ പറ. ക്യു ആർ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലെ? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഇത് മൊത്തം 9 ആണ്. ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെ 4 ആണ്. ബാക്കി എത്ര കൂടി വന്നാൽ മതി? 5. 5 4 9 ആയില്ലേ? അല്ലെങ്കിൽ 9 4 കുറച്ചാൽ മതി, 5. അപ്പൊ ക്യു ആർ നമുക്ക് കിട്ടി 5 സെന്റിമീറ്റർ. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ടൈപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് രണ്ടും ഞാൻ ഒരുമിച്ച് പറയാൻ പോവാണ്. ശ്രദ്ധിച്ചോളണം, 5ാമത്തെ ടൈപ്പും 6ാമത്തെ ടൈപ്പും ഞാൻ ഒരുമിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. 5ാമത്തെ ടൈപ്പും 6ാമത്തെ ടൈപ്പും ഞാൻ ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു സർക്കിൾ എടുത്തു, ഇവിടെയും ഒരു സർക്കിൾ എടുത്തു. ഓക്കെ അല്ലേ? സിമ്പിൾ. എന്നിട്ട് ഞാൻ ഇവരുടെ ഒരു കോഡ് വരച്ചു, ഇവിടെയും ഞാനൊരു കോഡ് വരച്ചു. എന്നിട്ട് ഞാൻ ഇവിടുത്തെ സെന്റർ മാർക്ക് ചെയ്തു, കേന്ദ്രം. ഇവിടെയും ഞാനൊരു കേന്ദ്രം മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഈ കേന്ദ്രത്തിൽ നിന്നും ഞാൻ ഈ കോഡിലേക്കുള്ള, ശ്രദ്ധിച്ചോളെ, കേന്ദ്രത്തിൽ നിന്നും ഞാൻ ഈ കോഡിലേക്കുള്ള ഒരു ലൈൻ എടുക്കുവാണ്. ശ്രദ്ധിച്ച്, കേന്ദ്രത്തിൽ നിന്നും ഈ ഞാണിലേക്കുള്ള ഒരു അകലം എടുത്തു. നോക്ക്, കേന്ദ്രത്തിൽ നിന്നും ഈ ഞാണിലേക്കുള്ള അകലം, ഇതിന് നമ്മൾ പറയുന്ന പേര് ഡി എന്നാണ്. പുതിയൊരു പേര് വന്നു. അതായത് കേന്ദ്രത്തിൽ നിന്നും കോഡിലേക്ക് ഒരു വര വരച്ചാൽ ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഡി എന്ന് വിളിക്കും. കേട്ടല്ലോ? അപ്പൊ ശ്രദ്ധിച്ചോളാം, ആ ഡിസ്റ്റൻസിനെയാണ് കേട്ടോ ഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവനെ നമുക്ക് എന്തൊക്കെ വിളിക്കാം? ഈ പേരെന്തൊക്കെ വിളിക്കാം? ഇവന്റെ പേരൊക്കെ എന്തൊക്കെ വിളിക്കാം? ഇവനെ ഒ എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ പി എന്ന് വിളിക്കാം, നേരത്തെ പറഞ്ഞ പോലെ എ വിളിക്കാം, ഇവനെ ബി എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ?
ഇവർ തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതേ നോക്ക്, പി എയും പി ബിയും എടുക്കാമല്ലോ നമുക്ക്. ഈ കോഡിന്റെ വന്നിട്ടുള്ള പോയിന്റ് ആണ് എ. അപ്പൊ പി എ ഇൻറ്റു പി ബി എന്ന് എടുക്കാം, പി എ ഇൻറ്റു പി ബി എന്ന് എടുക്കാം. ഈക്വൽ ടു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളത്, കേന്ദ്രവുമായിട്ട് ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളത് സർക്കിളിന്റെ അകത്താണ് അല്ലെ, വൃത്തത്തിന്റെ അകത്താണ്. ഇത് നമ്മുടെ റേഡിയസിനേക്കാളും ചെറുതല്ലേടാ, ഇത് നമ്മുടെ റേഡിയസിനേക്കാളും ചെറുതല്ലേ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ ആർ സ്ക്വയർ ആദ്യം കൊടുക്കും, മൈനസ് നമ്മുടെ ഈ ഡിസ്റ്റൻസ് എന്താണോ അത് കൊടുക്കും. ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ, ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇതാണ് ഓർത്തിരിക്കേണ്ട കാര്യം, കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചോ, ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്ത പോലെ, ഞാൻ നേരത്തെ ഈ ഡിസ്റ്റൻസ് നേരത്തെ ഈ വൃത്തത്തിന്റെ അകത്തേക്കല്ല എടുത്തത്. ഞാൻ അല്ലെങ്കിൽ ഈ കോഡ് ഞാൻ കുറച്ചങ്ങോട്ട് നീട്ടി വരയ്ക്കുവാണ്. നീട്ടി വരച്ചിട്ട് ഞാൻ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഈ കോഡിന്റെ അറ്റത്തേക്ക് എടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് ഡി. നേരത്തെ എടുത്ത പോലെ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഇതിങ്ങനെ വലിച്ചു നീട്ടി ഞാൻ പുറത്ത് മുട്ടിച്ചു, അപ്പോഴും ഈ ഡിസ്റ്റൻസ് ഡി ആണ്, കേട്ടല്ലോ. ഈ ഡിസ്റ്റൻസ് ഒരിക്കലും റേഡിയസ് അല്ല, ഡയമീറ്റർ അല്ല, അതൊന്നും അല്ല കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഡിസ്റ്റൻസ് ഡി എന്ന് എടുത്തു. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്? കേന്ദ്രത്തിൽ നിന്നും, സെന്ററിൽ നിന്നുള്ള അകലം. നോക്ക്, സെന്ററിൽ നിന്നുള്ള അകലം അല്ലേ. അപ്പൊ നോക്ക്, പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ പോയിന്റുകൾക്ക് പേര് കൊടുക്കുവാണ്. ഇവന് ഒ എന്ന് പേര് കൊടുത്തു, ഇവന് പി എന്ന് പേര് കൊടുത്തു, ഇവന് നേരത്തെ പറഞ്ഞ പോലെ എയും ഇവന് നേരത്തെ പറഞ്ഞ പോലെ ബിയും. ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ എടുക്കൂടാ? നേരത്തെ നമ്മൾ നോക്കി, ഈ പി എന്ന് പറയുന്ന പോയിന്റ് എ വരെയും പിന്നെ പി മുതൽ തന്നെ ബി വരെ എടുക്കണം. പുറത്തു പോയാൽ നമ്മൾ എടുക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പി എ ഇൻറ്റു പി ബി ആണ്, പി എ ഇൻറ്റു പി ബി ആണ്. അപ്പൊ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു, എടാ ഇത് പുറത്തേക്ക് വരച്ചപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് റേഡിയസിനേക്കാളും കൂടിപ്പോയില്ലേ, ആരത്തിനേക്കാളും കൂടിപ്പോയില്ലേ. നോക്ക്, ഡി പുറത്തേക്ക് പോയി, വലുതാണ്. അപ്പൊ റേഡിയസിനേക്കാളും കൂടിയത് കാരണം ഡി സ്ക്വയർ ആദ്യം എടുക്കണം, ബാക്കി മൈനസ് ആർ സ്ക്വയർ. അപ്പൊ നോക്കിയേ, രണ്ട് ഇക്വേഷന് സെയിം ആണ്, അതിന്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് വൃത്തത്തിന്റെ അകത്തായതുകൊണ്ട് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ, ഇത് വൃത്തത്തിന് പുറത്തായതുകൊണ്ട് ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. അപ്പൊ ടൈപ്പ് 5 എന്താ? ദേ ഇത്രേ ഉള്ളൂ. ഒരു സർക്കിൾ വരച്ചു, ഈ സർക്കിളിൽ ഞാനൊരു കോഡ് വരച്ചു. ഓക്കെ അല്ലേ? ഈ കോഡ് സെന്ററിൽ നിന്നുള്ള ഒരു അകലം എടുത്തു, ഇതിനെ ഡി എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി ഈ കൂട്ടിമുട്ടിയ പോയിന്റിനെ ഞാൻ പി എന്ന് വിളിച്ചു, ഇവനെ ഞാൻ സി എന്ന് വിളിച്ചു, ഇവനെ ഞാൻ ഡി എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? പി സി ഇൻറ്റു പി ഡി. ഓക്കെ അല്ലേ? പി സി ഇൻറ്റു പി ഡി ഈക്വൽ ടു, സർക്കിളിന്റെ അകത്താണ് ഡി വന്നിരിക്കുന്നത് കാരണം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കടാ, സിമ്പിൾ. പി ഒ ഈക്വൽ ടു 2 സെന്റിമീറ്റർ. എന്തൊക്കെയാ തന്നേക്കുന്നത്? പി ഒ 2 സെന്റിമീറ്റർ. എടാ പി ഒ 2 എന്ന് പറഞ്ഞാൽ ഇത് സെന്ററിൽ നിന്നുള്ള അകലമല്ലേ. അപ്പൊ ഇവനാണ് ആര് നമ്മളുടെ ഡി. അത് മറന്നു പോകരുത്, ഡി. ഓക്കെ അല്ലേ? പിന്നെ എന്താടാ, പി എ 3 സെന്റിമീറ്റർ, പി ബി 1 സെന്റിമീറ്റർ. ഓക്കെ, ഇവന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാലോ. പറഞ്ഞേ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു, ഡി സർക്കിളിന്റെ അകത്തല്ലേ കൂട്ടിയേക്കുന്ന. അപ്പൊ എന്താടാ, ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. സിമ്പിൾ. നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, വൃത്തത്തിന്റെ ആരം കാണുക. നോക്ക്, പി എ എത്രയാണ്? 3 ഇൻറ്റു പി ബി എത്രയാണ്? 1. ആർ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മൈനസ് ഡി സ്ക്വയർ. ഡി കിടക്കുന്നു, എത്രയാടാ? 2 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, 3 ഇൻറ്റു 1 എത്രയാടാ? 3. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എത്രയാടാ? 4. നമുക്ക് ആർ സ്ക്വയർ ആണ് വേണ്ടത്, അല്ലെങ്കിൽ 6 ആണ് വേണ്ടത്. ആ -4 ഇങ്ങോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് 3 ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 4 എന്ന് തോന്നുന്നു. ഈ -4 ഇങ്ങോട്ട് വരുമ്പോൾ 3 പ്ലസ് 4 ആവും, ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പൊ നോക്ക്, 7 ഈക്വൽ ടു ആർ സ്ക്വയർ. ഒന്ന് നീറ്റാക്കി എഴുതിയാൽ തിരിച്ച് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 വന്നു. 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7ന്റെ റൂട്ട്. അപ്പൊ റൂട്ട് 7 സെന്റിമീറ്റർ എന്ന് തോന്നുന്നു. സിമ്പിൾ. ഇത്രേ ഉള്ളൂ, കേട്ടല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് 6 എങ്ങനെയാണ്? നോക്ക്, ഞാനൊരു സർക്കിൾ വരച്ചു, ഒരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിൽ ഞാനൊരു കോഡ് വരച്ചു, കോഡ് പുറത്തേക്കാണ് പോയത്. എന്നിട്ട് ഈ സെന്ററിൽ നിന്ന് നോക്കിക്കടാ, ഈ സെന്ററിൽ നിന്നുള്ള ഈ അകലം എടുത്തു, ഇതാണ് ഡി. ഓക്കെ അല്ലേ? ഈ പോയിന്റ് പിയും ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? പി എ ഇൻറ്റു പി ബി അല്ലേ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു, ഡി പുറത്തേക്ക് പോയത് കാരണം ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോ,
വളരെ സിമ്പിൾ. സ്റ്റാർട്ട് ചെയ്യാം, ചെയ്യാം. വാ. ഇക്വേഷൻ എങ്ങനെ വരും? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, PO ഈക്വൽ ടു 5. PO എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേടാ, സെന്ററിൽ നിന്നുള്ള അകലമല്ലേ? ഈ സെന്ററിൽ നിന്നുള്ള അകലത്തിലെയാണ് D എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ D ആണ് ഇവൻ. D എത്രയാണ്? 5. നോക്ക്, PA 4 സെന്റിമീറ്റർ. PA ആരാണ്? ഇവൻ 4 സെന്റിമീറ്റർ. AB 2 സെന്റിമീറ്റർ. AB ആരാണ്? ഇവൻ, അവൻ 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം, എന്നിട്ട് ബാക്കി നോക്ക്. ഇതേതാണ്? പുറത്താണ് കൂട്ടിയേക്കുന്നത്. അപ്പൊ PA ഇൻറ്റു PB. ഓക്കെ അല്ലേ? PA ഇൻറ്റു PB. പുറത്തായതുകൊണ്ട് ആദ്യം D², പിന്നെ R². ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്, വൃത്തത്തിന്റെ ആരം കാണാനാണ്. ചെയ്ത് നോക്കാം. നോക്ക്, PA എത്ര വന്നോടാ? 4 ഇൻറ്റു PB എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയാണോ? അതായത് ഇത് മൊത്തം വേണം അല്ലേ? അപ്പൊ ഈ 4ഉം 2ഉം കൂടി കൂട്ടപ്പോൾ എത്ര വന്നു? 6, വിച്ച് ഈസ് ഈക്വൽ ടു D² നമുക്ക് കിട്ടി. D² എത്രയാണ്? D എന്ന് പറഞ്ഞാൽ 5, 5ന്റെ സ്ക്വയർ മൈനസ് R². അപ്പൊ 4 ഇൻറ്റു 6 24 ഈക്വൽ ടു 5² എന്ന് പറഞ്ഞാൽ 25 മൈനസ് R². ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? 24 ഈക്വൽ ടു 25 മൈനസ് R². ഈ 25 ഇപ്പുറത്തേക്ക് പോട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ 24 ഇവിടെ ഉണ്ട്, 25ന്റെ സൈൻ പ്ലസ് ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 25 ആവും. ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് R² ഉണ്ട്. 24 നിന്ന് 25 കുറച്ചാൽ എത്രയാ? -1 ഈക്വൽ ടു മൈനസ് R². ഈ രണ്ടിടത്തെയും മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 1 ഈക്വൽ ടു R². അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? R² ഈസ് ഈക്വൽ ടു 1. R ഈക്വൽ ടു 1ന്റെ റൂട്ട് എടുത്താൽ ആൻസർ എത്ര കിട്ടും? 1. സിമ്പിൾ. അപ്പോൾ റേഡിയസ് എത്രയാണ്? 1 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇത്രേ ഉള്ളൂ. അപ്പോൾ 6 ടൈപ്പായി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 6 ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്ന കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ വരയ്ക്കാനുള്ളതാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്.